പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് പാർട്ടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരൻ മുൻ MP കെ മുരളീധരനാണ്. മുരളിയുടെ മേൽനോട്ടത്തിലാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നത്. തലമുതിർന്ന നേതാവായ മുരളി പാലക്കാട് കോൺഗ്രസിനെ നയിക്കാനിറങ്ങുമ്പോൾ പ്രവർത്തകരും ആവേശത്തിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഉറച്ച കോട്ട തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം സ്വന്തമാക്കി അപ്രമാദിത്വം കോൺഗ്രസ് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി E ശ്രീധരൻ ഉയർത്തിയ വെല്ലുവിളി 3000-ൽ പരം വോട്ടുകൾക്ക് മറികടന്ന് കനത്ത പോരാട്ടം നടത്തിയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് കോൺഗ്രസിനൊപ്പം ചേർത്ത് നിർത്തിയത്. അവസാന റൗണ്ട് വരെ പിന്നിൽ നിന്നതിനു ശേഷം തിരിച്ചു കയറിയ ഷാഫി ഒടുവിൽ ജയമുറപ്പിച്ചപ്പോൾ സന്തോഷിച്ചവരുടെ കൂട്ടത്തിൽ CPM ഉണ്ടായിരുന്നു. ഒരുപക്ഷെ താമര കേരളത്തിൽ വിരിഞ്ഞിരുന്നുവെങ്കിൽ അത് പിണറായി വിജയന് വലിയ നാണക്കേടുണ്ടാകുമായിരുന്നു. എന്തായാലും പാലക്കാടിന്റെ മനം കവർന്ന ഷാഫി പുതിയ ദൗത്യവുമായി വടകരയിലേക്ക് വണ്ടി കയറിയതോടെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ ആദ്യം മുൻതൂക്കമുണ്ടായിരുന്ന പല പേരുകളും അവസാന റൗണ്ടിൽ തഴയപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഷാഫിയുടെ പിൻഗാമിയായി പാലക്കാടിന് വേണ്ടി വണ്ടി കയറാനിരുന്ന രാഹുൽ മാങ്കൂട്ടവും അവസാന നിമിഷം പിന്തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെന്നും പറയപ്പെടുന്നുമുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവിനെ പാലക്കാട് നിർത്തണമെന്ന ആവശ്യമാണ് ജില്ലയിൽ നിന്നും ഉയരുന്നത്. അതുമല്ലെങ്കിൽ കെ മുരളീധരനെ പോലെ മുതിർന്ന നേതാവ് തന്നെ രംഗത്തിറങ്ങണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നുമുണ്ട്. മുരളീധരന് പാലക്കാടിന്റെ ചുമതല ലഭിച്ചതോടെ മത്സരിക്കാനുള്ള സാധ്യതകൾ തീർത്തുമില്ല എന്ന് തന്നെ പറയാം. സ്ഥാനാർത്ഥി നിർണയം കൂടുതൽ സങ്കീർണമാക്കാൻ കോൺഗ്രസിനും താല്പര്യമില്ല. പാലക്കാട് നിന്ന് തന്നെ ജയസാധ്യതയുള്ള നേതാവിനെ കണ്ടെത്തണമെന്നതാണ് മുരളീധരനോട് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജില്ലക്ക് പുറത്തു നിന്നുള്ള നേതാവ് എത്തിയാൽ അത് മറ്റു നേതാക്കന്മാരുടെ ആത്മവിശ്വാസത്തിനെ സാരമായി ബാധിക്കുമെന്നും പറയുന്നുണ്ട്. 2.5 വർഷത്തിന് ശേഷം എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ അവസരങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന് പകരം ജില്ലയിൽ നിന്നുള്ള മറ്റു നേതാക്കൾക്ക് അവസരം കൊടുത്താൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുകയുള്ളൂ. പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എവിടെ നിന്നാലും ജയസാധ്യതയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിക്ക് പ്രയോജനപ്പെടുത്താം. പാലക്കാട് നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ചാൽ 2026-ലും ചരിത്രം ആവർത്തിക്കാൻ പാർട്ടിക്ക് സാധിക്കും. എന്തായാലും ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്നും ചർച്ചകൾക്ക് ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ സാധിക്കൂ എന്നും ജില്ലയുടെ ചുമതലയുള്ള കെ മുരളീധരൻ വ്യക്തമാക്കിയതും രാഹുലിന്റെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. പാലക്കാട് MP ശ്രീകണ്ഠൻ, 13 വർഷം മണ്ഡലത്തിൽ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ, DCC അധ്യക്ഷൻ എന്നിവരുമായി ആലോചിച്ച ശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഉചിതമായ തീരുമാനം പാർട്ടി നേതൃത്വം സ്വീകരിക്കുകയുള്ളൂ. അത് ഹൈക്കമാൻഡ് അംഗീകാരത്തോടെ പ്രഖ്യാപിക്കുമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സംഭവിച്ച പരാജയത്തിന് ശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ച കെ മുരളീധരനെ ഒട്ടേറെ ചർച്ചകൾക്കും അനുനയ നീക്കങ്ങൾക്കും ഒടുവിലാണ് തിരികെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ മുരളീധരന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യവും പാർട്ടിക്കുള്ളിൽ നിലവിലുണ്ട്.